നാട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എനിക്കൊരു കൂട്ടുകാരുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം അവൻ ഇന്ന് വിളിച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. എന്തിന്? അവന്റെ വാര തേച്ച് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവ എപ്പോഴും ഇത് വിളിച്ച് ഓരോ പിള്ളേർ തെക്കന്മാരെ വിളിച്ച് കരയും. അപ്പൊ നീ എന്താ എപ്പോഴും എന്റെ അടുത്ത് പറയുന്നോ പറയാൻ എന്ത് ചിരിക്കുന്നത്? അല്ല, ഇത് തിരിച്ചാണല്ലോ എനിക്കറിയാം. ഞാൻ വിളിച്ചിട്ട് യാതൊരു കാര്യം. അപ്പൊ അവൻ പറയും, ഞാൻ നിനക്ക് അല്ലെ എനിക്ക് നീലടാ ഉള്ളൂ എന്ന് പറയുമ്പോൾ ടച്ചായി പോയി. അങ്ങനെ ആയിപ്പോ നമുക്ക് എല്ലാവർക്കും ഓരോ ഫ്രണ്ട്സ് ഇതേപോലെ കാണും ഇല്ലേ? അപ്പൊ ആ ഫ്രണ്ട്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അവ പറ. ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ടിനെ കുറിച്ച്. നിനക്കാരാണെന്ന് പറ. എനിക്ക് എന്റെ ഒരു സ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട് ഉണ്ട്, അതായത് അതുൽ എന്ന് പറയും. അവൻ എന്റെ എല്ലാ കാര്യങ്ങളും പറയും, കൊച്ചിലോട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും എല്ലാം അറിയാം. മനസ്സിലായില്ലേ? അപ്പം അതായത് എല്ലാ കള്ളത്തിനും എല്ലാ പരിപാടിയും അറിയാവുന്ന ഒരു ഫ്രണ്ടാണ് അവൻ. അപ്പൊ അവനാണ് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. എന്റെ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്റെ അമ്മയായിട്ടൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്തെങ്കിലും ഒക്കെ നടന്നാൽ ഇപ്പൊ നമ്മളത് പറയാലോ. നമ്മളൊരു സ്ഥലത്ത് വിഷമിച്ച് കൂടി ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്ന അമ്മയായിരിക്കും. അവരാണൊന്ന് ചോദിക്കുന്നത് എന്ത് പറ്റി എന്തരാണെന്നൊക്കെ, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നത്. അതില് പറയാൻ പറ്റുന്നതാണെങ്കിൽ അവരോടൊക്കെ പറയും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരിക്കും. താങ്കൾക്ക് എന്താണ് പറയുന്നത്? എനിക്ക് മീൻസ് കോളേജ് തൊട്ടേ നമുക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ പിടിച്ചോണ്ട് അയ്യോ ഇവരവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് BFF എന്നൊക്കെ പറഞ്ഞിടും. പക്ഷെ അവരൊന്നും നമ്മളവിടെ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഞാൻ BEd പഠിച്ചപ്പം എന്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു വൃത്തികെട്ട കോളേജ് ഞാൻ പോയി ചേർന്നു, അതാണ് BEd. പക്ഷെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു നല്ല കുറച്ച് സൗഹൃദങ്ങളുണ്ട്. അതിലെന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് മാളവിക എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തി അടുത്താണ് ഞാനിപ്പോ എല്ലാം ഷെയർ ചെയ്യുന്നത്. അപ്പം BEd കഴിഞ്ഞിട്ട് ഞാനിപ്പോ PG ആയി. അപ്പം അവളുടെ അടുത്താണ് എല്ലാം പറയുന്നത്. ഇപ്പോഴും ഞങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ. പക്ഷെ ഞങ്ങൾ എപ്പോഴും കാണാറില്ല, സംസാരിക്കാറില്ല, അങ്ങനെയൊക്കെ. പക്ഷെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവളുടെ അടുത്താണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം പിന്നെ ഞാൻ കുറച്ചു നാൾ മുമ്പ് ഇവന്റെ അടുത്ത് കുറച്ചൊക്കെ പറയുമായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ നിർത്തി. പിന്നെ അല്ല, നിന്റെ അടുത്ത് ആനന്ദന്റെ അടുത്ത് ഞാൻ അത്യാവശ്യം അവളുടെ അടുത്ത് പറയുന്ന കണക്ക് കാര്യങ്ങൾ പറയുമായിരുന്നു. അല്ല, ഞാൻ ഇപ്പം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ മാളുമാണ്. എനിക്കും ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ഫ്രണ്ട്സ് ആണ്. ഞാൻ UKG തൊട്ട് പഠിച്ചു വന്ന UKG തൊട്ട് നമ്മള് പ്ലേ ക്ലാസ് UKG തൊട്ട് ഇപ്പോഴും ഒരു 4-5 പേരുണ്ട്. എപ്പോഴും അതോടൊക്കെ ആ ഒരു രീതി തന്നെയാണ് പോണത്. അപ്പം വിളിച്ചത് പറയുന്ന ആ പരിപാടിയൊന്നുമില്ല. പക്ഷെ നമുക്കൊരു സന്തോഷം വന്നാലാ എന്തെന്നാലാ നമ്മളിപ്പോ ബോയ്സിനൊരു പ്രത്യേകത, അവരിങ്ങനെ വിളിയും സംസാരം ചാറ്റ് അങ്ങനെ പരിപാടി. പക്ഷെ കണ്ട എപ്പോഴും ഒരേ കണക്കായിരിക്കും, ആ വൈബിലിരിക്കും. അതേ കണക്ക് ഒരു 3 ഫ്രണ്ട്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഇപ്പൊ എല്ലാരും പല വഴിക്കായി. എല്ലാരും ദുബായില് UK എല്ലാ സെറ്റപ്പ് ആയി. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു അവധി ദിവസമായിരിക്കും നല്ല ഫോം ആയിരിക്കുമാണ് രാത്രി വിളിച്ചിട്ട് സങ്കടം പറയുന്നത്. നീ ഇപ്പൊ സ്നേഹമൊന്നുമില്ല. ഇതിനൊക്കെ തന്നെ ഇവിടെ ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ളവരടുത്തൊക്കെ കാണുമ്പോ പറയുന്ന കണക്ക് തന്നെയല്ല. നുണയൊക്കെ വലിയ അടുത്തായിരിക്കും വിളിച്ച് പറയുന്നത്. എനിക്ക് ഗ്രൂപ്പിലുള്ള നുണ എല്ലാ പുറത്തെ കാര്യങ്ങളില് അടുപ്പുള്ള ഒരു ബന്ധം വെച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ അവളടുത്ത് പറയുന്നത് പേരൊന്നും പറയാൻ എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഓർത്ത് വേണം പറയാൻ. ഞാൻ അവളുടെ കാര്യം കൂടുതൽ പറയുന്നത്. കാര്യം ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും, അങ്ങോട്ട് വിളിച്ച് പറയാറൊന്നുമില്ല. പിന്നെ വേറെ അവൻ ഇങ്ങനെ ചുമ്മാ വിളിച്ചോണ്ടിരിക്കും, ഒരു കാര്യമില്ല. ഗോകുലെന്ന് പറഞ്ഞു വിളിച്ചിട്ട് എന്താണ് ചുമ്മാ ചോദിച്ചോണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ കട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരുത്തമുണ്ട് ബാനു, ഫോൺ വിളിച്ചിട്ട് ഹലോ പറയടാ എവിടെ ഇരിക്കുന്നു? വീട്ടില്. ആ ശരി. ഇപ്പൊ അവർ കാര്യമില്ല, വിളിക്കും, കാര്യം ചോദിക്കും, എന്തെങ്കിലും ഉണ്ടോ പ്രശ്നം ഉണ്ടോന്ന് അറിഞ്ഞാലോ കട്ട് ചെയ്യത്തുള്ളൂ. ഡെയിലി വിളിച്ച് പ്രശ്നം വേണം, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പിടിച്ച ആടൊക്കെ വരുന്നത് അവന്റെ താഴെയായി കൊടുത്തു. പ്രശ്നം പറയട്ടെ.
ഒരു വർഷം മുമ്പ് ഡെയിലി ഞാൻ സെലക്ഷൻ പ്രശ്നം പറയാൻ വിളിക്കുന്നത് ഒരു വർഷം മുമ്പ് ടീമിനൊരു അടി ഉണ്ടാവും പ്രശ്നത്തില്ല. അടി ഉണ്ടായപ്പോഴത്തേക്ക് അത് നിർത്തി. 7-7:30 ആകുമ്പോ ഒന്നെങ്കിൽ ഞാൻ എബിനെ വിളിക്കും അല്ലെങ്കിൽ എബി എന്നെ വിളിക്കും. അതായത് നഷ്ടം. ഒരു സാധനം പറഞ്ഞ പിന്നെ ഇടയ്ക്ക് വേറെ പറയും ആ സമയത്ത് ഒരു ദിവസം വിളിച്ചല്ലേ ഒരു കാര്യം ഒന്നും പ്രശ്നമില്ലല്ലോ പറയാൻ. ഇപ്പൊ വിളിക്കുന്നില്ല, ഇപ്പൊ കുറെ ഇപ്പൊ വിളിക്കാറില്ല. അങ്ങനെ വിളിക്കും വലിയൊരു പ്രശ്നം ഉണ്ടായില്ല. എനിക്ക് എവിടെ സമയം വിളിക്കാൻ ഇപ്പൊ സമയമില്ല. രാവിലെ വൈകിട്ടാകുമ്പോ ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഓരോരുത്തർ ഓരോ വഴിക്ക് പോകും. വേറെ കോള് വരും. എല്ലാവർക്കും വേറെ കോള് വരും. ഞാൻ തുറന്ന് പറയുന്നുണ്ട് എന്റെ നല്ല മനസ്സ് കാരണം. എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാ നിങ്ങളെ കല്യാണം എല്ലാവരും അറിയല്ലേ ഇന്നത്തെ കല്യാണം ഞാൻ കഴിക്കാൻ പോകും. നീ നേരത്തെ ജോത്സ്യം കല്യാണം പ്രവചിക്കുന്ന ആൾക്കാരില്ലല്ലേ കല്യാണം പറയില്ല. നമുക്ക് ചാറ്റ് മാത്രമേ ഉള്ളൂ, വിളിയില്ല. ഞാൻ വിളിക്കുന്നത് സീരിയസ് ആയിട്ട് പറയാം. ഓക്കെ ഞാൻ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. പക്ഷെ ഞാൻ വിളിക്കുന്നത് നീയൊക്കെ എപ്പോഴും കണ്ടുണ്ടോ അങ്ങനെ മെനക്കെട്ടിരുന്ന് വിളിക്കുന്നത്? ആ നമ്മളിവിടെ നിൽക്കുമ്പോ നീ നിന്റെ വീട്ടിലായിരിക്കും, ഞാൻ എന്റെ വീട്ടിലായിരിക്കും. പരിപാടി ഇപ്പം എല്ലാം കളറായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗെയിമിലോട്ട് പോകാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ കപ്പിത്താൻ ഗെയിമിലേക്ക് സ്വാഗതം. ഇന്നത്തെ കപ്പിത്താൻ ഗെയിം എന്താണെന്ന് അറിയാമോ? ഇല്ല. ഈ ഇരിക്കുന്ന സാധനം കണ്ട മണി ഇത് വെച്ച് നമ്മളൊരു സംഭവം കാണിക്കാൻ പോകും. ബസർ മണി. അതായത് നമുക്ക് മൊബൈലിലോട്ടൊരു സംഭവം അയച്ചു തരും. സംഭവം പസില്. ആ പസില് കണ്ട ഉടനെ നമ്മൾ ഈ ബസർ അടിക്കണം. ബസർ അടിച്ചിട്ട് പസില് കണ്ടു കഴിഞ്ഞാൽ അപ്പഴേ ബസർ അടിക്കണം. ബസില് കണ്ട് നമ്മൾ മനസ്സിലായോ അതെന്താണോ ബസ്സിലുള്ളതെന്ന് സിനിമ പേരാണ്. ഏതെങ്കിലും ഒരു സിനിമയുടെ പേരായിരിക്കും, അല്ലെങ്കിൽ സിനിമ കണ്ടുപിടിക്കുന്നതായിരിക്കും ബസർ. ഇവര് നമുക്കൊരു ഗ്രൂപ്പിലോട്ട് അയച്ചു തരും. ആ ഗ്രൂപ്പിൽ നിന്ന് കണ്ട ഉടനെ അടിക്കുക പറയുക, അടിക്കുക പറയുക. ബാക്കി പറ. ആ അതിൽ ഏറ്റവും കൂടുതൽ ഗസ് ചെയ്ത് പറയുന്ന ആരോ അവർ ഈ കപ്പിത്താനിൽ ജയിക്കും. അവർക്കൊരു ചലഞ്ചിങ് ഗെയിം തരുന്നതായിരിക്കും. അവർക്ക് കൊടുക്കൂ. അപ്പൊ ഓക്കെ. 3, 2, 1 ബസ്സിന് വരട്ടെ. വന്ന് ഇത് വില്ലൻ വിജയ് സൂപ്പർ പൗർണമി. അതെനിക്ക് അറിയാൻ വയ്യ പേരെന്താ. സെലക്ഷൻ ഇത് പോയേ ബാബു നമ്പൂതിരി പൊളി. കായംകുളം കൊച്ചുണ്ണി. അപ്പൊ എനിക്കൊരു പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭരതൻ അങ്ങനെ കിട്ടി കിട്ടി. ഇതായതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സിലുണ്ട്, ഇവളുണ്ട് ഐശ്വര്യ ഉണ്ട്. ബാക്കി അർജുൻ ടൂർണമെന്റ് ഞാൻ പടം കണ്ടില്ല. അപ്പം അടുത്തത് ഇത് ഇവനെണ്ണം 3 പോയിന്റ് ആയി, സെലക്ഷൻ ഒരെണ്ണമായി. സിനിമാക്കാരത്ത് ഇവനെണ്ണം പണ്ടേ ഇതേത് വേണം തീർപ്പ്. സൗദി വെള്ളക്ക എനിക്ക് ലോഡായില്ല. സൗദി വെള്ളക്ക സൗദി എന്ന് പറയുന്നത് സുഡാനി പക്ഷെ ഫുട്ബോൾ ഉണ്ട്, ഞാൻ അടിക്കാനായിട്ട് വന്നു. അവരെ കണ്ടപ്പോ എന്റെ ലോഡായില്ലായിരുന്നു. 4, 4, 1, 1. എനിക്കറിയാം ഇത് മറ്റേ ഇപ്പൊളിതാ ഒരു സെക്കൻഡും ഇല്ല അടിച്ചു കഴിഞ്ഞാൽ പറയാം. പേരെന്തായിരുന്നു? എന്റെ പേര് പേര് പറയാനാണ് കളി. പടവട്ട അതെ തല്ലേ അതെങ്ങനെ മനസ്സിലായത്? പാട്ടാണ് ഞാൻ എന്റെ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ 2, നിങ്ങൾ 4, 1. ഇവിടെ എത്ര വലുതാ ചെറുതാ? കൈ ഇങ്ങോട്ട് വേണം അല്ലെങ്കിൽ നിങ്ങൾ അടിക്കാൻ. നെക്സ്റ്റ്.
അയ്യോ കപ്പേളയല്ല. അയ്യോ നൈറ്റ് ഡ്രൈവ്. ആ തന്നെ തന്നെ. 5 2 1 0 ഒരെണ്ണം പറഞ്ഞ കാര്യം. അയ്യോ ഇത് ഈ ഒരു പട്ടിയുടെ പേര് ഞാൻ ബെല്ലടിച്ചു എനിക്ക് പറയണ്ടേ. പട്ടിയുടെ പേരായിരുന്നു. അയ്യോ അടുത്തടിക്കല്ലേ നെയ്മർ നെയ്മർ ഞാൻ പറയണ്ടേ ബെല്ലടിച്ചിട്ട് ബെല്ലടിച്ചിട്ട് പറയണം. പറഞ്ഞില്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞു നെയ്മർ പറഞ്ഞു എനിക്കറിയായിരുന്നു. അപ്പൊ ഒന്ന് അടിക്കണം അടിച്ചിട്ട് പെട്ടെന്ന് പറയണം. അല്ലാതെ അടിച്ചിട്ട് വെയിറ്റ് ചെയ്യരുത്. നെക്സ്റ്റ് 2 5 1. അയ്യോ ഇത് ഞാൻ പറയട്ടെ മദനോത്സവം. എനിക്കറിയാം പേര് കിട്ടുന്നില്ല. ഈ പഠിച്ച ചെക്കപ്പാടാണ് ഞാനേ ഇവിടെ പോയിന്റ് പറഞ്ഞോണ്ട് ഇന്നിടെ ആരുടെ ഇത് അയച്ചത് ഞാൻ കണ്ടു. 6 നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചാണ് 6 2 1 1 ഇതിൽ തന്നെ നോക്കി. അയ്യോ കോടതി ബാഷി. അല്ലല്ലേ വേറെ എനിക്കറിയില്ല. അയ്യോ ഇവ അയ്യോ പാവമായിട്ടുള്ള. അയ്യോ എന്റെ പേര് അറിയില്ലടാ. അയ്യേ ഇതിന് ഇവനെ അവരോട് ഒരു പടയെ അഭിനയിച്ചിട്ടുള്ളു. ആ എനിക്കറിയാം. അയ്യോ ഞാൻ തിയേറ്ററിൽ പോയിരുന്നു കണ്ട സിനിമയാണ്. ഓ അത് കണ്ടു മധുബാലിന്റെ പടം അവാർഡ് പാടാ. എനിക്കറിയാം പേര് പറഞ്ഞു. ഇവൻ ഭയങ്കര ഡാർക്ക് അടിച്ചാണ്. അപ്പൊ ഈ പടം ആർക്കും അറിഞ്ഞൂടായിരുന്നല്ല. ഒരു കുപ്രസിദ്ധ പയ്യൻ കണ്ടത് അത് അത് പറയത്തോണ്ട് വിട്ടുപോയി. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് കുമ്പളിക്കനായിട്ട് ആ നീല കടൽ. അവള് ഗ്രേസ് ആന്റണി അല്ലേ വാർണോസിന്റെ ഭാര്യ. ഈ നീല കടലുണ്ട് എനിക്കത് മനസ്സിലായി. പക്ഷെ ഇവളൊക്കെ ഓ, യാപാത്രം 2 ഇനി വാഗമണ്ടാണ് ഒരു പോയിന്റിലോട്ട് നീങ്ങേണ്ടത്. 2 2 6 1. നിനക്കെത്ര? 2 2 ഒരു പോയിന്റ് എങ്ങനെ എടുക്കാം? നെക്സ്റ്റ് നെക്സ്റ്റ് എനിക്കറിയാം. ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ അതായത് പടം മമ്മൂട്ടി ഉണ്ടായിരുന്നു. ഉണ്ട് ഒരു ചെറിയ സീൻ. ഞാൻ ഈ ഓ ഇടയ്ക്ക് ലാസ്റ്റ് വരുമ്പോഴത്തേക്കല്ലേ കണ്ടില്ല ക്യാപ്റ്റൻ അല്ലേ താങ്കളെന്ന് ചോദിച്ചോണ്ട് മമ്മൂട്ടി സംസാരിക്കുന്നത്. കണ്ടില്ല അത് ആ പടത്തിന്റെ പേര് വൈറ്റ് വല്ലാണ്. റൈറ്റ് അല്ല എല്ലാം അടിച്ച് ചുമ്മാ ഒരു രസം. കിട്ടത് വല്ല അവാർഡിലോട്ട്. ഷെർലക്കാണ്. ഷൈലോക്ക്. ഡയലോഗ് ഈ മാമ അഭിനയിക്കുന്ന മാമനല്ലേ? മാമ അഭിനയിക്കാൻ സിദ്ധിച്ചു. അതല്ല ഇപ്പഴത്തെ ഇറങ്ങുന്നത്. മമ്മൂട്ടി എത്ര വേണ്ടി സമ്മതിക്കാം. ഓ അതങ്ങനെ കിട്ടിയ ഓ ഇവൻ പറഞ്ഞപ്പോ കിട്ടി. അപ്പൊ ഈ ഗെയിമിൽ അപ്പോ ഇവൻ ജയിച്ചു. അപ്പൊ ഈ ഗെയിമിൽ പോയിന്റ്സ് പറ. ഇവിടെ തുടങ്ങുന്നു 6 2 2 3 0 എല്ലാ പടവും നമ്മളോടെ വരും കാണാൻ. ഓ എന്റെ പടം കാണണ്ടേ. ഓ ഇതെന്തുവാ? ഡെഡ്പൂൾ കണ്ടാ പറയും സ്പൈഡർമാൻ എന്ത് വേറെ ഉടുപ്പെന്ന്. അപ്പൊ ഈ ഗെയിം ഞാൻ ജയിച്ചിരിക്കുന്നു. അല്ല ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയത്? അത്രയും ബുദ്ധി ബുദ്ധിയുടെ ഒന്നും അല്ല. നമ്മള് സിനിമ കാണുമ്പോൾ പെട്ടെന്ന് വരും. അത് എല്ലാവർക്കും വന്നല്ലോ. അത് നമുക്ക് അങ്ങനെ റിയാക്ഷൻ ടൈം ഭയങ്കര സ്പീഡാ. നമ്മൾ ഷോ ആയി റിയാക്ഷൻ ടൈം മാത്രം ഭയങ്കര സ്പീഡാ. എല്ലാം ഷോയാ. അപ്പം എന്റെ ചലഞ്ച് ഗെയിമായിട്ട് ഞാൻ തിരിച്ചു വരുന്നു. ഓ നാടുവിടാൻ പോണം. ഹലോ ഗൈസ്, അപ്പൊ എന്റെ ചലഞ്ച് ഗെയിമിലോട്ട് സ്വാഗതം. അതെ ഇത് കണ്ടിട്ട് എന്ത് മനസ്സിലായി? ചുവന്ന പച്ചക്കപ്പ്. ഇതൊരു റൺവേ ആണ്. ഓ ഈ ഗെയിം എന്ന് പറയുമ്പോൾ ദിലീപിന്റെ ആണോ? ഉദാഹരണം ഓ അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ രണ്ടുപേരെ 2 ടീമായിട്ട് തിരിച്ചു. സെലക്സ് അദ്വൈത ടീം, വാഗമൺ ഓക്കെ ഇതിൽ നമ്മൾ ആരും തമ്മിൽ കളി. ആദ്യം നീ വാഗമൺ ഗെയിം കളിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ നിന്നോ, നിങ്ങൾ തന്നെ കളിക്കാൻ പോണോ. അപ്പൊ സെലക്സ് ആദ്യം ഈ കാറ് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ട് വീണു. ഇത് 3-ൽ പോയി വീഴുകയാണെങ്കിൽ നിനക്ക് 3 കപ്പ് മാറ്റാം. ഓക്കെ അപ്പൊ നീ മാറ്റുമ്പോ 4 നിനക്ക് 4 വീണ 4 കപ്പ് മാറ്റാം. ആദ്യം ആരാണ് കപ്പ് മാറ്റി തീരുന്നത് അവര് ജയിക്കും. ഓ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നമ്മൾ ടീം ഇത് ഇവിടെ പോയി ഇന്നാലാ ഒന്നുമില്ല. ചാൻസ് പോയി. ചാൻസ് പോയി.
അത് അതിനെപ്പറ്റി ഞാൻ പഠിച്ചു വരുന്നതേ പഠിച്ചു വന്ന് ഞാൻ പറഞ്ഞു ക്യാൻസലാണ് അവിടെ ചെന്നാൽ ക്യാൻസൽ. അത് എക്സാമിനില്ലായിരുന്നു. അപ്പൊ ഗെയിമിലോട്ട് പോവാം. ഈ കാര്യം എത്ര പരിചയമുണ്ട്. ഗെയിം തുടങ്ങാൻ പറ. ഗെയിം തുടങ്ങാം അപ്പം. ആ ഗെയിം തുടങ്ങാം. ആ ഓക്കെ റെഡി. ആദ്യം നിങ്ങൾ രണ്ട് സെലക്ഷൻ താഴത്തിന് കൂടെ മത്സരം. അപ്പം ഫസ്റ്റ് സെലക്ട് ലേഡീസ് ഫസ്റ്റ്. ഓ 4 കഴിഞ്ഞത് കൊണ്ട് വീണ്ടും ഭാഗമുണ്ട്. വീണ്ടും ഒന്നിനും കയറി ബ്രേക്ക്. ഓ 3 അടുത്ത. ഓ 4 തിരിച്ചു വരവ് ഓ നമ്മള് 4 വീണ്ടും. ഗായത്രി 4-ലാണ്. 3 ഓ 2 അത് 4 പേരടി. ഓ 2 3 അയ്യോ ഇത് 4 വീണാൽ നിനക്ക് ഒറ്റയ്ക്ക് നോക്കാം. ഓ 4 ഓ മൈ ഗോഡ് 3 ആ ചേച്ചി. ഞാൻ തോറ്റു. അപ്പൊ ഈ കളി ജയിച്ചിരിക്കുന്നത് സെലക്സ്. അപ്പൊ റൗണ്ട് നമ്പർ 2 അദ്വൈത് ആദ്യം മത്സരിക്കുകയാണ്. നീ എന്നെ കളിച്ചു. റിവേഴ്സ് വിടാറ്. 3 റിവേഴ്സ് വിടാൻ എന്താ കാറ്? അനതാക്കിയില്ല. 4 ഓ വീണ്ടും 4 അയ്യോ 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 ആദ്യമായിട്ട് കൊക്കേട്ട ഞാനല്ലേ. അതിന് കാര്യം മനസ്സിലായി. പയ്യെ പോയാ മതി. എനിക്ക് 3 ഉണ്ട്. നിനക്കിനി ജയിക്കണമെങ്കിൽ 4 പോണം. 2 അല്ലേ സിമ്പിൾ. 3 എത്തിയില്ല. പോട്ട് ഫൈനലിൽ കാണാം. ജയിച്ചിരിക്കുന്ന പറ കപ്പിത്താൻ. ജയിക്കാൻ ജയിച്ചു. ജയിച്ചില്ലല്ലോ. ഫൈനൽ മത്സരത്തിൽ സെലക്ഷൻ അദ്ദേഹമായിട്ടുള്ള മാസ്മരിക പ്രകടനം. അപ്പൊ ഗായ്സ് ഫൈനൽ പോരാട്ടമാണ് അദ്ദേഹം സെലക്ട് ആയിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം. അപ്പൊ അദ്ദേഹം തന്നെ തുടങ്ങിക്കോ. രണ്ടുപേരും നോക്കണേ. എനിക്ക് കിട്ടാത്ത ഒന്നും മറ്ററിയില്ല. 4 എത്തിക്കാൻ പറ്റുമോ ഇയാളെ കൊണ്ട്? ഓ 3 സ്ലോ ആൻഡ് സ്റ്റഡി ലൂസ് ദ ഗെയിം എന്നാണ്. 3 ഓ 4 ആര് ജയിക്കും? ഇതിൽ ഒരാൾ ജയിക്കും. അത് ഓ 4 2 1 4 ഒറ്റ കൊണ്ടിലേക്കാകല്ലേ. 4 ഓ 3 1 2 3 ഞാൻ 3 എണ്ണല്ലേ. ഓ അപ്പൊ ഗായ്സ് നമ്മളെ കാറിട്ടി ചലഞ്ച് ഗെയിമിൽ അദ്വൈത് അതിഗംഭീരമായിട്ട് ജയിച്ചിരിക്കുന്നു. അതിലും തോറ്റില്ലേ? അപ്പോ ഇന്നത്തെ എപ്പിസോഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ കളിയും തോറ്റു അതുകൊണ്ട്. അപ്പോ അടുത്ത എപ്പിസോഡിൽ ഒരു കിടിലൻ ഗെയിമുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ.